നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സേസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാനതല സമാപനം മെയ് 26 വൈകിട്ട് 4 മണിക്ക് തിരൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 5 കാസർഗോഡ് നിന്ന് തുടങ്ങി 14 ജില്ലകളിൽ നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത്. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിൽ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും. സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായി വൈകിട്ട് 3 മണിക്ക് താഴെപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്ത് നിന്നും വാക്കത്തോൺ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തും. റാലിയിൽ ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെ 5000-ഓളം കായിക താരങ്ങൾ, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, NSS, JRC, അങ്കണവാടി ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, വ്യാപാരി വ്യവസായികൾ, വിവിധ മേഖലയിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. നാടൻ കലാരൂപങ്ങൾ, വാദ്യാഘോഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും. റാലി താഴെപ്പാലം പൂങ്ങോട്ടുകുളം വഴി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. തുടർന്ന് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും SSLC, VHSC, +2, CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ, ദേശീയ അന്തർദേശീയ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെ അനുമോദിക്കും. തുടർന്ന് ഗായകൻ ഹനാൻ ഷാ ഒരുക്കുന്ന സംഗീത പരിപാടിയും നടക്കും. പരിപാടിയുടെ മുന്നോടിയായി ഉച്ചയ്ക്ക് 2 മണിക്ക് താഴെപ്പാലം MES സെൻട്രൽ സ്കൂളിൽ വെച്ച് തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിൽ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ലഹരിക്കെതിരെ നിറം കൊടുക്കും. പൂച്ചക്കാരും മണികെട്ടും എന്ന സന്ദേശത്തിൽ മെഗാ ബാല കളറിംഗ് മത്സരത്തിൽ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിലെ അങ്കണവാടി പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇത് സമൂഹം മൊത്തത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് ഇതിനെതിരായി കൊണ്ട് വലിയ ബോധവൽക്കരണവും വിവിധ പരിപാടികളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയ് 26 വൈകുന്നേരം 3 മണിക്ക് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി സമാപിക്കുന്നത്. കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കുന്ന വലിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഈ ഘോഷയാത്ര അവസാനിക്കുന്നതോടുകൂടി 5:30 മണിക്ക് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കുന്നതാണ്. ഇത് 10 മണിയോടെ അവസാനിക്കും. ഇതിലെല്ലാ പ്രഗത്ഭരായ കായിക താരങ്ങളും മറ്റെല്ലാവരും നമ്മുടെ കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇതിന് പങ്കെടുക്കും. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മറ്റു സമ്മാനങ്ങളും സമ്മാനിക്കും. വിജയികളാകുന്ന 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 2000, 1500, 1000 രൂപ വീതവും തുടർന്നുള്ള 10 പേർക്ക് 500 രൂപ വീതവും ക്യാഷ് പ്രൈസും മൊമന്റോയും സമ്മാനിക്കും. മത്സരം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. കോർക്കോളി മൊയ്തീൻ MLA, ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ ദിലീപ് K കൈനിക്കര തുടങ്ങി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ചിത്രകാരന്മാർ, കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. സമാപന പരിപാടിക്കായി നിർമ്മിച്ച ലോഗോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂരക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രശസ്ത രൂപകൽപ്പകനായ അസ്ലം തിരൂരാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. പത്രസമ്മേളനത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര, പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഗഫൂർ P ലിലീസ്, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി കൃഷികേഷ് കുമാർ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര, പ്രോഗ്രാം കൺവീനർ മുജീബ് താനാളൂർ, കോർഡിനേറ്റർ KT ഇബ്നു വഫ എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ.